അപ്പോൾ നമ്മുടെ 50 days ചലഞ്ചിൽ 7 ഡേയ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഒരു ക്രോപ്പ് ടോപ്പ് വെച്ചിട്ട് ഒരു വി കട്ടിങ് കൊടുത്തിട്ട് പ്രിൻസസ് കട്ടിലാണ് ബ്ലൗസ് വരുന്നത്. ബീഡ്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്ട്രാപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഇതാക്കിക്കുന്നത്. ഇതുപോലെ തന്നെ ബാക്കിൽ സിബ് കൊടുത്തിട്ടുണ്ട്. പലാസോ പാൻ്റാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്കേർട്ടിനേക്കാളും ഫ്ലയറുള്ള 6 മീറ്ററിലുള്ള ഒരു പലാസോ പാൻ്റാണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കഡ്ദാന കൊടുത്തിരിക്കുന്നത് ഒരു ഗോൾഡൻ ഷെയ്ഡിൽ കഡ്ദാനയും സീക്വൻസ് വർക്ക് കൊടുത്തിട്ടാണ് ഇത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സ്ട്രഗും ഉണ്ട്. സ്ട്രഗ് വരുന്നത് ഇതുപോലെ ഒരു സ്ട്രഗും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കവറിങ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. സ്ലീവ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് സ്ലീവ് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ വരുന്നത് ഓപ്പൺ ആയിട്ട് വരുന്ന രീതിയിൽ നമ്മൾ സ്ട്രഗും കൊടുത്തിട്ടുണ്ട്. ആ സ്ട്രഗിന് ബാക്കിൽ ഇങ്ങനെ റൗണ്ട് ആയിട്ടും ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് കയറി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സെമി പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകളും നമ്മൾ ചലഞ്ചിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുപോലത്തെ ഡ്രസ്സുകളൊക്കെ വേണമെങ്കിൽ ദക്ഷിണനെ കോൺടാക്ട് ചെയ്താൽ മതി. ഇതുപോലെ ഹോൾസെയിലായിട്ടോ റീറ്റെയിലായിട്ടോ പിന്നെ ബൊട്ടിക്കാർക്കൊക്കെ നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. അവർക്ക് ഇതുപോലത്തെ 10 പീസോ 5 പീസോ ഓർഡർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മളത് ചെയ്തു തരുന്നത്. എന്തെങ്കിലുമൊക്കെ ഡ്രസ്സുകൾ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് കല്യാണത്തിനൊക്കെ വേണമെങ്കിൽ ഇതുമ്പോൾ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് വർക്ക് കൂട്ടിയിട്ട് റിസപ്ഷന് പോലും ഇതുപോലത്തെ ഡ്രസ്സുകൾ നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലത്തെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. അതുപോലെ അപ്പോൾ നമ്മുടെ പേജ് വരുന്നത് www.dakshina.in ആണ്. അപ്പോൾ അതിലായാലും പോയി പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും ഐഡിയാസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ ഡിസൈൻസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ചലഞ്ചിൽ ഉൾപ്പെടുത്താം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ടിന്യൂസ് ആയി കാണാം. ഒരുപാട് പുതിയ പുതിയ അപ്ഡേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.